ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രൈസ്തവരെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാൻ ബി.ജെ.പി സജീവമായ ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് പ്രധാനമന്ത്രി വീണ്ടും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് എത്തുന്നത്. അനൂപ് ദാസ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, 6 മണിക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയോ? നല്ല തണുപ്പുണ്ടോ? ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? 6:30 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഈ കത്തീഡ്രലിന് സമീപത്തുള്ള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലേക്ക് എത്തുക. അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഒരു പക്ഷേ കത്തീഡ്രലും സന്ദർശിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അതിസുന്ദരമായി ഒരുങ്ങി നിൽക്കുകയാണ് ഇവിടെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ. ചുവപ്പ് നിറത്തിലുള്ള നക്ഷത്രങ്ങൾ കാണാം, അപ്പുറത്ത് പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്, ഇപ്പുറത്ത് ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. അതിനുമപ്പുറത്ത് ഈ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരത്തിന് അകത്ത് പ്രധാന ഗേറ്റിന് അകത്തായിട്ട് ഇടതുഭാഗത്ത് ഒരു വലിയ ഒരു സ്ഥലം കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്, ഒരു താൽക്കാലിക പന്തൽ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും പരിപാടികളും നടക്കുക. തൊട്ടപ്പുറത്ത് വലിയ പന്തലും അത്താഴത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഒരാൾ നമുക്കൊപ്പം എറിക് സ്റ്റീഫൻ, NSUയുടെ മുൻ ദേശീയ സെക്രട്ടറിയാണ്. എറിക് നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം, ക്രിസ്മസ് ആശംസകൾ. എപ്പോഴാണ് ഉറപ്പായിട്ടും എപ്പോഴാണ് ക്ഷണം ലഭിച്ചത്? എന്താണ് ഇതിൽ പറയുന്നത്? എപ്പോഴാണ് അകത്തേക്ക് കയറേണ്ടത്? 1 വീക്ക് ബിഫോർ ആയിരുന്നു. 6 മണിക്ക് എത്തണം എന്നായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഓക്കെ. അധികം ആളുകൾക്ക് ക്ഷണമില്ല. അതെ, ലിമിറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ. ഉള്ളിലുള്ള ചടങ്ങുകൾ എങ്ങനെയാണെന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒഫീഷ്യൽ ക്രിസ്മസ് എക്സ്ചേഞ്ച് ഓഫ് ജോയ് എന്ന് പറഞ്ഞവർ നടത്തുന്നതാണ്. അപ്പം ശരി, എന്തായാലും പരിപാടി ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട് കാണാം. യെസ്, താങ്ക് യു. എന്തായാലും ഇങ്ങനെ എറിക്കിനെ പോലെ ഒരുപാട് ആളുകൾ അകത്തേക്ക് 6 മണിക്ക് മുൻപ് തന്നെ കയറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പ്രധാന കവാടം. ആ കവാടത്തിന് അകത്തേക്ക് കയ്യിൽ പാസ്സുള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 6 മണിക്ക് ശേഷം ഗേറ്റ് അടയ്ക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പോഴെത്തുന്ന കുറച്ച് ആളുകളെ കൂടി കടത്തിവിടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6:30 എത്തും. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉള്ള ഇടമാണിത്. അവരെല്ലാം എത്തുന്ന ഇടമാണ്. അപ്പോൾ രാജ്യത്ത് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ബി.ജെ.പിയോടുള്ള സമീപനം, ആ സമീപനത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ബി.ജെ.പി വിലയിരുത്തുന്നുണ്ട്. അതിൽ കൂടുതൽ, അതായത് ബി.ജെ.പിയും ക്രിസ്ത്യൻ സമൂഹവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തന്നെ രാജ്യത്താകമാനം, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ, മണിപ്പൂരിൽ, ഉത്തർപ്രദേശിൽ ഒക്കെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന് എതിരായിട്ട് നടക്കുന്ന ഇടപെടലുകൾ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന ആവശ്യം കൂടി ഈ ഒരു അവസരത്തിൽ ഉയരുന്നുണ്ട്. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.